വളരെ ക്ലോസ് പോയിന്റിൽ കണ്ട വ്യക്തി എന്ന രീതിയിൽ എന്തുകൊണ്ട് ഗീതു എന്നൊരു ചോദ്യത്തിന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ആലോചിച്ചല്ല, ഞാൻ ചോദിക്കുകയും ചെയ്തു. ആക്ച്വലി ഐ ആസ്ക്ഡ് ഹിം ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ഗീതു ആൻഡ് യഷ് വർ ബോത്ത് ദെയർ ആൻഡ് ഐ വാസ് ദെയർ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, എങ്ങനെ, നോട്ട് വൈ, ലൈക്ക് ഹൗ ഡിഡ് യു ഗെറ്റ് കൺവിൻസ്ഡ്. ഇപ്പോൾ എനിക്ക് ഗീതുവിനെ നന്നായിട്ട് ഓൾറെഡി അറിയാം. അപ്പോൾ ഫോർ മീ ഇറ്റ്സ് നോട്ട് എ ബിഗ് പസിൽ. എനിക്ക് അത് വലിയ ഫോർ മീ ഐ നോ വാട്ട് ഗീതു ഇസ് കേപ്പബിൾ ഓഫ്, വാട്ട് രാജീവ് ഏട്ടൻ ഈസ്. എനിക്ക് വേണ്ടി അത് വലിയ ഷോക്കും സർപ്രൈസും ഒന്നും ആയിരുന്നില്ല. ബട്ട് ഫോർ യഷ് to have met her for the first time, how did he get convinced? What was the whole thing that happened? So Yash said that to understand if someone knows how to make a movie, you don't have to see if they made a big movie or small movie. You see if little bit of their work, you will know ഇയാൾക്ക് ജോലി എത്രത്തോളം അറിയാം, എന്ത് ചെയ്യാൻ പറ്റും, അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയും അവരുടെ കാലിബർ എന്താണെന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് യഷിനുണ്ട്. അതുകൊണ്ടാണ് യഷിൻ്റെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആൻഡ് ഹീസ് റൈറ്റ്, ഹീസ് മെയ്ഡ് ദ കറക്റ്റ് അസസ്മെൻറ്റ്. ബട്ട് മേ ബി സം ഓഫ് us would have taken a longer time to understand and assess. പുള്ളിക്ക് ഒരു മീറ്റിങ്ങിലും കുറച്ച് കണ്ടപ്പോഴേക്കും മനസ്സിലായി. അതാണ്, ദാറ്റ് ഇസ് ദ തിങ്. പ്രോജക്റ്റ് ഷെൽഡ് ആവുന്നു ഇടയ്ക്ക് എന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നു. ഗീതു എന്ന ഡയറക്ടറിന്റെ പ്രശ്നമാണെന്ന് കേൾക്കുന്നു. യു ഹാവ് എനി ആൻസേഴ്സ് ടു ദാറ്റ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ സെറ്റിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെ നീ വാർത്തയ്ക്ക് വരുന്നത്? അതെ, അത് അറിയില്ല. അത് വേറെ ആരും അതിൻ്റെ PR ചെയ്യുന്നതാണോ, എങ്ങനെയാണിത് വരുന്നത്? അല്ല, യശൻ അത് ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും. അതെ 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 ബിക്കോസ് ഇപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ വരും. സോ ഐ നോ ഇറ്റ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ. പിന്നെ ഐ തിങ്ക് കമ്മട്ടത്തിൻ്റെ പ്രൊമോഷൻസിൻ്റെ സമയത്ത് തന്നെ സമ്മൺ ആസ്ക്ഡ് മീ ഓൾസോ അബൌട്ട് ഇറ്റ്. ഗീതുയുടെ ഇത് യഷാണ് ഷാഡോ ഡയറക്ടിങ് എന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് പ്ലെയിൻലി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അവിടെ ഉള്ളതാണല്ലോ, എനിക്കറിയാം, അങ്ങനെയല്ലേ അല്ല. ഞാനത് പറഞ്ഞപ്പോൾ ദെൻ ലൈക്ക് അതേഴ്സ് ജോയിൻഡ് ഇൻ. പിന്നെ അത് റൂമർ അവിടെ നിന്ന് വെല്ലാവാൻ തുടങ്ങി. സോ യാ, ഹൂ നോസ്. ബട്ട് അതിൽ നോട്ട് വൺസ് ഹാസ് ദ പ്രോജക്റ്റ് ബീൻ ഷെൽവ്ഡ്, നോട്ട് വൺസ് ഹാസ് ഇറ്റ് ബീൻ ദറ്റ് യഷ് ഹാസ് ഓവർ ഷാഡോഡ് ഓർ ബിക്കം ദ ഷാഡോ ഡയറക്ടർ. അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഹി ഡിപ്പെൻഡ്സ് ഓൺ ഗീതു ടു ഗിവ് ഹിം ഗുഡ് ഫീഡ്ബാക്ക് ലൈക്ക് എ ഗുഡ് ആക്ടർ ആൻഡ് ആർട്ടിസ്റ്റ്. ചിലപ്പോൾ യഷിന് തോന്നും ഞാൻ വളരെ നല്ല ടേക്ക് തന്നു, പക്ഷേ ഗീതു പറയും ഇത് മിസ്സിങ് ആയിരുന്നു, അങ്ങനെയായിരുന്നു, ഇത് അങ്ങനെയാണ്. യഷ് അത് വളരെ സീരിയസ്ലി എടുത്ത് റീടേക്കും ചെയ്യും. അത് ഒരു സ്റ്റാറി എയർസോ ഒന്നുമില്ല, ഇത്ര മതി, അതങ്ങനെ ഒന്നുമില്ല. ഞാൻ പറയണം ഇത് വേണമെന്ന്, അങ്ങനെ ഒന്നുമില്ല. വളരെ അതുകൊണ്ടാണ് ഹി ഡിസൈഡ് ടു കൊളാബറേറ്റ് വിത്ത് ഇറ്റ്. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഹി വുഡൻറ്റ് ഹാവ് ടേക്കൺ ഓൺ സച്ച് എ ബിഗ് തിങ് വിത്ത് ഹർ. ആൻഡ് വൺസ് യു ആർ ദെയർ ദെൻ യു ഹാവ് ടു. But at the same time, Yash comes from a world where he has experience of a lot of things that Geetu doesn't have. അതിൽ യഷിൻ്റെ ഇൻപുട്ടും ഉണ്ടാവും. ആൻഡ് ഗീതു is also receptive to all that. Proper collaborative team work ആയിരുന്നു അത്. They are both their worlds coming together in a additive way. ഒരു ക്ലാഷും ഉണ്ടായില്ല. രണ്ടും മിക്സായിട്ട് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടേ വരുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.